ഡൽഹിയിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത വർദ്ധിപ്പിക്കാൻ തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ്. 2% വർധന എന്നതാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗ തീരുമാനം. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, വിരമിച്ചവർക്കും വർധനയുണ്ട് DAയിൽ അല്ലേ? എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? അനുജ, വിരമിച്ചവർക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുമാണ് ഇപ്പോൾ 2% ക്ഷാമബത്ത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു അംഗീകാരം, ഒരു തീരുമാനം കേന്ദ്ര മന്ത്രിസഭ കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയായിരുന്നു കേന്ദ്ര ക്യാബിനറ്റിന്റെ ഒരു യോഗം ഡൽഹിയിൽ ചേർന്നത്. ഈ യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. 8ാം ശമ്പള കമ്മീഷന്റെ ഭാഗമായി ശമ്പളത്തിലുണ്ടാകുന്ന പരിഷ്കരണങ്ങളിലാണ് ഈ ഒരു കാര്യം കൂടി, ഈ DA വർദ്ധിപ്പിച്ചത് കൂടി കൊണ്ടുവരുന്നത്. നേരത്തെ തന്നെ നിരവധി തൊഴിൽ യൂണിയനുകൾ ഈ കാര്യം, ഈ 2% വർധനവ് വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ പോയിരിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇത് ജനുവരിയിൽ തന്നെ പ്രാബല്യത്തിൽ വന്നത്, അതായത് ജനുവരിയിലെ ശമ്പളം മുതലാണ് ഈ ഒരു കാര്യം പ്രാബല്യത്തിൽ വരുന്നത്. നേരത്തെ 58% ബേസിക് പേയുടെ 58% DA, അതിപ്പോൾ 60% ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനു പുറമെ ഇന്ന് രാവിലെ 2 കാര്യങ്ങൾ കൂടിയാണ് ഈ കേന്ദ്ര മന്ത്രിസഭയിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഒന്നാമത്തേത് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, അതിനെ 2028 വരെ നീട്ടിവെക്കാൻ വേണ്ടി 3000 കോടി അധികം അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. അതിന് പുറമെ ഒരു സോവറിൻ മാരിടൈം ഫണ്ട്, അതായത് ഈ നാവികർക്ക് വേണ്ടി, പ്രത്യേകിച്ചും മെർച്ചന്റ് നേവിക്കാർക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് പദ്ധതി തുടങ്ങാനായി 13,000 കോടി രൂപ മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നുണ്ട്. അനുജ, നിന്ന് വരുന്ന വാർത്ത, കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത 2% വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. അത് വിരമിച്ചവർക്കും ക്ഷാമബത്തയിൽ വർധനയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനമാണ്. നേരത്തെ ഇങ്ങനെ ഒരു ആവശ്യം ഉയർത്തിയിരുന്നു യൂണിയനുകൾ, ഇപ്പോൾ അത് നടപ്പിലാക്കിയിരിക്കുന്നു കേന്ദ്രം. ജാനുവരി മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കാനാണ് തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.